ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം റിയാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറേ പേര് ഇൻസ്റ്റയിലും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഈ റീജിയനിൽ ഫേസ്ബുക്ക് അവൈലബിൾ അല്ല എന്നാണ് കാണിക്കുന്നത്. എങ്ങനെ നമുക്ക് ഫേസ്ബുക്കിൽ ആഡ് റൺ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ പ്രൊഡക്റ്റ് കാറ്റലോഗ് ഫേസ്ബുക്കിൽ ഇടാനുള്ള ഇതില്ല. നമുക്ക് ആഡ് റൺ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ റീജിയനിൽ ഇന്ത്യയിൽ ആ ഫസ്റ്റ് ഓപ്ഷൻ എനേബിൾ ആവാത്തത്. അത് അവൈലബിൾ അല്ലാന്ന് കാണിക്കുന്നു. അപ്പം നമുക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യം കാണിച്ചു തരാം. മുമ്പേ ഉള്ള ഷോപ്പിഫൈയിലാണെങ്കിൽ നമുക്ക് 2 ഡയലോഗ് ബോക്സ് പോലെ വരുന്നുണ്ട്. റൺ ആഡ്സ് എന്ന് പറഞ്ഞ അതുപോലെ പ്രൊഡക്റ്റ് കാറ്റലോഗ് എന്ന് പറഞ്ഞ് 2 ഡയലോഗ് ബോക്സ് ആയിട്ട് വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയൊരു ഷോപ്പിഫൈ സ്റ്റോറിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ആപ്സിൽ പോയിട്ട് ആൾ റെക്കമെൻഡഡ് ആപ്സിൽ ഷോപ്പിഫൈ ആപ്പ് സ്റ്റോറിൽ പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഫേസ്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ആഡ് സെയിൽസ് ചാനൽ. ഇപ്പോൾ ഈ ഒരു മോഡലിലാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ 2 ഡയലോഗ് ബോക്സ് ആയിട്ടാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ, നിങ്ങൾ ഇതിൽ സ്റ്റാർട്ട് സെറ്റപ്പ് കൊടുത്തിട്ട് കണക്റ്റ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഈസ് നോട്ട് എലിജിബിൾ ഫോർ ദിസ് സെറ്റപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. വി ഡോണ്ട് ഓഫർ ഷോപ്പ് ഓർ കാറ്റലോഗ് സെറ്റപ്പ് ഇൻ യുവർ റീജിയൻ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഷോപ്പ് അല്ലെങ്കിൽ കാറ്റലോഗ് സെറ്റപ്പ് നിങ്ങൾക്ക് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആഡ്സ് റൺ ചെയ്യാൻ മാത്രമേ ഇന്ത്യയിൽ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കുറേ പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് റീജിയൻ മാറ്റിയാൽ ശരിയാവും, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ റീജിയൻ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ സ്റ്റോർ സെറ്റപ്പും കറൻസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ അതിനേക്കാളും നമുക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോയിട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അഡ്വർടൈസ് യുവർ പ്രൊഡക്ട്സ് ഓൺ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം എന്നൊരു ഓപ്ഷൻ വരും. ഇതിൽ നിങ്ങൾ സ്റ്റാർട്ട് സെറ്റപ്പ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ അടുത്ത ബിസിനസ് അക്കൗണ്ട് ഏതൊക്കെയാണ് അത് വന്നോളും. ഓക്കെ. അപ്പോൾ ആ ഒരു പേജിലല്ല, നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേജിലാണ് എത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഡയലോഗ് ബോക്സിലല്ലോ. അപ്പോൾ എന്താണ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 ഗെറ്റ് സ്റ്റാർട്ടഡ് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഷോപ്പ് ആൻഡ് ആഡ്സും ആഡ്സ് ഉള്ളി എന്നുള്ള പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഷോപ്പ് ആൻഡ് ആഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ആഡ്സ് ഉള്ളി മാത്രമേ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. ഇതിൽ കണക്റ്റ് അക്കൗണ്ട് കൊടുത്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അക്കൗണ്ട് കണക്റ്റ് ആവുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. കുറച്ച് പേരൊന്നുമല്ല, കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബ്രോ ഇങ്ങനെ കാണിക്കുന്നത്? എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ കുറേ പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറേ മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, മേക്ക് യുവർ സെൽസ് ബൈ.